എവിടെ 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 ചാവയില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം അല്ലാണ്ട് ഈ ചോപ്പ് ഇട്ടിങ്ങില്ലേ, ചോപ്പ് ഷർട്ട് ഇട്ടിങ്ങനെ അവനെ കൊല്ലണം. പിന്നെ അത് കഴിഞ്ഞ് വിവേക് ദാസ് വരും, അവനോട് ഒരു ബൈക്കിൽ കറക്കം. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു സിനിമയ്ക്കും പോകും. അത്രയൊക്കെ തന്നെ. നീ ഇങ്ങനെ വല്ലവനെയും കൊന്നും സിനിമയും കണ്ടങ്ങ് നടന്നു. നിന്നോടാണ് പറയണ. എന്തരാണ് എന്തൊരു പ്രശ്നം? എന്തര് എടാ, ആളുകളെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയിപ്പീരടാ. പിന്നെ ആരാണ് ഇപ്പൊ നല്ലത് പറയാത്തത്? ആരും ചീത്ത പറഞ്ഞ സുലി ചേച്ചിക്ക് ഞാൻ ചീത്തയായി തോന്നുന്നു? അല്ലല്ലേ. നിന്നെ കുറിച്ച് ആരാണ് നല്ലത് പറയണ? എന്റെ സ്വഭാവത്തിന് എന്താണ് ഇപ്പൊ കുഴപ്പം? നിന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പമല്ലാത്തത്? എന്ത്? എല്ലാരും നല്ല അഭിപ്രായം തന്നെ പറയണേ. മുത്തിന്റെ വീട്ടുകാരൊക്കെ നല്ല അഭിപ്രായം പറയല്ലോ എന്റെ അടുത്ത്. മുത്തിന്റെ വീട്ടില അവിടെ ആർക്കും നിന്നെ കണ്ടൂടാ. അവരെ നിന്റെ സ്വഭാവത്തിന് ഇട്ടെങ്കിൽ മാറും വട്ട പൂജ്യം. അതൊക്കെ മാറ്റിയെടുക്കാൻ എനിക്കറിയാം. എന്റെ ഒഴുകുന്ന പുഴ സീരിയലില്ലേ, അത് ഇച്ചിരി ഒന്ന് വൈറലായിക്കോട്ടെ. അത്യാവശ്യം പൈസയും കാര്യങ്ങളും വരുമ്പോഴത്തേന് എന്റെ സ്വഭാവം നല്ല സ്വഭാവം എന്ന് പറയുകയും ചെയ്യും. അവർക്ക് നല്ല മതിപ്പ് വരും എന്നെ പറ്റി. ഈ ഒഴുകുന്ന പുഴയെ പുഴ വറ്റണോടുകൂടി തീരും. അതിന്റെ അപ്പുറം പുഴയെ നീന്തി തുടിച്ച വ്യക്തിയെ തമ്പിച്ചേട്ടെ. ഇപ്പൊ തമ്പിച്ചേട്ടന്റെ അവസ്ഥ ഉണ്ടോ? അങ്ങോട്ട് റോളും ചോദിച്ച് നടക്കുക. അല്ല, എനിക്ക് അറിഞ്ഞൂടെ എന്റെ സ്വഭാവത്തിന് എന്തിനാണ് ഇത് കുഴപ്പം? അത് പറ. എടാ, നിന്റെ സ്വഭാവത്തിൽ കുഴപ്പമേ ഉള്ളൂ. അല്ല ചേച്ചി, ഞാൻ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നീ ഇപ്പൊ മുത്തിനെ കെട്ടാൻ നടക്കുകയല്ലേ? മുത്തെന്നല്ല ഏതൊരു പെണ്ണിന്റെ സംബന്ധം വന്നാലും അവരാദ്യം നോക്കുന്നത് എന്താ? ജോലിയല്ല, സ്വഭാവം. നിന്റെ സ്വഭാവം കണ്ട ആരെങ്കിലും നിനക്ക് പെണ്ണിനെ തരൂ? ചേച്ചി, എനിക്ക് വേറെ ഒരു പെണ്ണും വേണ്ട, മുത്ത് മാത്രം മതി. ചേച്ചി നോക്കിക്കോ, ചേച്ചിയും മുത്തും അവരെല്ലാരും എന്നെ പറ്റി നല്ലത് ഞാൻ പറയിപ്പിച്ചിരിക്കും. ഈ ലല്ലു പോലെ പറഞ്ഞു. ചേച്ചി നോക്കിക്കോ. അല്ലെങ്കിൽ നീ പറയിപ്പിക്കുകയും ചെയ്യും, ഞങ്ങൾ ഇവിടെ നിന്ന് കെട്ടും കെട്ടി പോവുകയും ചെയ്യും. ഡേ, അകത്തു വരുന്ന കളിക്ക്. കറണ്ടില്ല, അതുകൊണ്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സുലി ചേച്ചി പറഞ്ഞതിലും കാര്യമില്ലാതില്ല. അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. വഴിയുണ്ട്. സുലുവിന്റെ എങ്ങനെ പറഞ്ഞു? പക്ഷേ നമ്മൾ ഒന്ന് നോക്കുമ്പോ സുലാൻഡി പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ സുലി ചേച്ചി നീ ഒറ്റ കെട്ടാ? മുത്ത, നീ എന്റെ കൂടെ നിൽക്കണ്ടേ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ അമ്മയ്ക്ക് ലല്ലുച്ചേട്ടന് വിലയില്ല. അതെനിക്ക് അന്ന് മറ്റേ കാര്യം വന്നപ്പോ മനസ്സിലായി. മാമിക്ക് തന്നെ ഇല്ല, മാമനില്ല, ഡാഡിക്ക് ഒട്ടും ഈ പറഞ്ഞ തക്കുടൂന്ന് പോലും ഇല്ല. എവരാരെ നോക്കണ്ട ഒരാവശ്യം എനിക്കില്ല. മുത്ത, നിനക്ക് എന്നെ വിശ്വാസമാണോ? എനിക്കതറിഞ്ഞാൽ മതി. എനിക്ക് മാത്രം അറിയാവൂലല്ലോ. അയ്യോ, ഇല്ല ഇല്ല ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഭാവിയിൽ അഥവാ നമ്മൾ എന്തേലും നടക്കണമെങ്കിൽ, നടക്കുവാണെങ്കിൽ. എടി, അങ്ങനെ പറയല്ലേ. അപ്പൊ നിനക്ക് ഉറപ്പില്ലേ? എടി, നടക്കും ഉറപ്പ്. നമുക്ക് ഭാവിയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അഥവാ നടക്കണമെങ്കിൽ ഡാഡിക്കും മാമിനും ഓക്കെ ആയേ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ഭയങ്കര പുച്ഛമാണ് ലല്ലു ചേട്ടാ, സീരിയസ്ലി. അല്ല, നിന്റെ ഡാഡിയെ കയ്യിലെടുക്കാൻ എന്തെങ്കിലും വഴി? ഡാഡിയെ അന്നൊരിക്കൽ ശ്രമിച്ച ചീറ്റി പോയല്ലേ, അത് ഞാൻ നോക്കി. അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല, വെള്ളയും വെള്ളമായിട്ട് പുറകെ നടക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞാൻ പോയേ അപ്പോഴത്തേന് നിന്റെ ഡാഡി എന്നെ പതുക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വേറൊരു വഴിയിലോട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറഞ്ഞ പോലെ ഒരാൾ ആദ്യം നോക്കണ എന്താ? കല്യാണം കഴിക്കാൻ വരുമ്പോ ഒന്നെങ്കിൽ ജോലി അല്ലെങ്കിൽ സ്വഭാവം. ഇത് രണ്ടും ലല്ലുചേട്ടനില്ലല്ലോ. അത് പക്ഷെ എനിക്ക് മാത്രം അറിയാവൂ. നമ്മളല്ല ലല്ലുചേട്ടൻ. ഞാനൊരു കാര്യം പറഞ്ഞ, ഡാഡിക്ക് ഒരാൾ ഇഷ്ടപ്പെടാൻ കുറച്ച് പാടാ. പക്ഷെ ഇഷ്ടമായി കഴിഞ്ഞാൽ ചേട്ടാ സെറ്റാണ്, ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. നോക്കോ, നിന്റെ ഡാഡിയെ കയ്യിലെടുത്തിട്ട് ഈ ലല്ലു മുത്തിന്റെ ഫ്രണ്ടിൽ വരും. അങ്ങനെ ആയിരിക്കണം. ഈ ആമ്പിള്ളേരെ കുറച്ച് എന്താ പറയാ, വാശിയൊക്കെ കാണാം. പിന്നെ വെറുപ്പിക്കരുത്, ഉള്ളേം കൂടെ കളയരുത്. മര്യാദക്ക് ഒരു വഴിയിലോട്ട് പോവാൻ നിൽക്കുമ്പോഴത്തേക്ക് നീ കൂടെ എന്റെ കൂടെ സപ്പോർട്ട് ആയിരുന്നില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്നാലും സുലു ആന്റി, സുലു ചേച്ചിന്റെ കാര്യം നീ വിട്, ഞാൻ നോക്കിക്കോളാം. പക്ഷേ മുത്തേ, എന്റെ കയ്യിലൊരു കുറെ ഐഡിയ ഉണ്ട്.
പക്ഷേ മുത്തിന്റെ ഡാഡിയെ വീഴ്ത്താൻ മുത്തിന്റെ എന്തേലും ഐഡിയ അങ്ങനെ എന്തേലും? ഡാഡിയെ ഈ ഡാഡിക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്താൽ ഡാഡി വീഴും. ഉപകാരം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാവും. ഇനിയിപ്പോ അത് ഞാൻ പറഞ്ഞു തരണോ? എന്നാ പിന്നെ ഞാൻ ചെയ്യാം. ഒരു വഴി കിട്ടി. ഡാഡിയുടെ വിശ്വാസം പിടിച്ചു പറ്റിയാൽ മതി. അത്രയല്ലേ ഉള്ളൂ. ആ ഡാഡിയുടെ വിശ്വാസം ഞാൻ പിടിച്ചു പറ്റും. ഈ ധൈര്യം എടുത്തു. ഓക്കെ ഓക്കെ. ശരി. അങ്ങളെ മോനെ മോനെ നിക്ക് നിക്ക് നിക്ക്. വി ഹെൽപ്പിലേക്ക് സ്വാഗതം. സ്വാഗതം. ഹെൽപ്പ് 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 ഹെൽപ്പ്. നിങ്ങളെ ആളെ മനസ്സിലായേ? എവിടെയോ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്ക്. കിട്ടിയില്ലേ? എന്റെ ദൈവം, ഈ കേരളത്തിൽ അറിയാത്ത ആരുമില്ല ഇനി പുള്ളിയെ. സീരിയൽ സിനിമയൊക്കെ കൺട്രോളർ, പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കൊടപ്പനക്കുന്ന്. രാജീവ് കൊടപ്പനകുന്ന് അഭിനയിക്കുന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഞങ്ങള് ഇതിന്റെ കൊടപ്പനകുന്നിലാണ്. ഓ അത് ശരി. ടൂറിസം കേന്ദ്രത്തിന്റെ അടുത്ത് ഇരപ്പോഴി ആണാ? അവിടെ ഒരു പ്രകാശ് എന്ന് നമ്മളൊരു എന്റെ വേണ്ടപ്പെട്ട സഹോദരനാണ്. ആണാ? നല്ലൊരു കലാകാരനാണ്. അവന്റെ അനിയൻ റാം. അനിയനെ എനിക്ക് അറിഞ്ഞൂടാ. ഈ ചേട്ടനൊരു പ്രകാശ് അവനെ കാണണമെങ്കിൽ ക്ലീറ്റസ് മത്തെ അന്വേഷിച്ച് ഞാൻ പറയാം തരാനുള്ള ഒരു 2000 രൂപ കൊണ്ട് തരാൻ പറയാം. 2000 രൂപ തരാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നാലും വഴി നിങ്ങളെ സഹോദരനെന്നല്ലേ പറഞ്ഞു? നമ്മളെ സഹോദരങ്ങൾ തന്നെയാണ്. പക്ഷെ അവൻ എന്തെങ്കിലും ഇതിന് അത് വിട്, ആ വിഷയം വിട്. ഞങ്ങളുടെ വിഷയം വേറെയാണ്. മകളെ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചേട്ടാ ഒരു പുതിയ സീരിയൽ തുടങ്ങുന്നുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് സീരിയൽ. എങ്ങനെ പോയാലും ഒരു 5 വർഷം എപ്പിസോഡ് പോവും. 5 അല്ല 10 വരെ പോവും. 10 പോവും. പക്ഷെ അതിലേക്ക് നമുക്കൊരു വലിയൊരു ബംഗ്ലാവ് നമുക്ക് വേണം. സാറേ പുതിയ സീരിയലിലേക്ക് അനക്കൊരു ചാൻസ് തരുവാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ. സിനിമ അവന് എനിക്ക് കണ്ടപ്പോഴേ അവിടെ നല്ലൊരു ആർട്ടിസ്റ്റ് ലുക്ക് ഉണ്ട് താങ്കള്. തീർച്ചയായിട്ടും. പിന്നെ സാറിന് എന്ത് പറയുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഫോൺ നമ്പർ എനിക്ക് തരണം. പിന്നെ കൂടാതെ കുറച്ച് സ്റ്റിൽസ് അയക്കണം. അടുത്ത സീരിയലിൽ കേട്ടാ വീട് എടുത്ത് തന്നെയാ. തന്നെ എന്നാലും ഒരു ആർട്ടിസ്റ്റ് ചോദിക്കുമ്പോ മറുപടി പറയാം. സാർ ബംഗ്ലാവ് വേണം. ബഡ്ജറ്റ് എത്ര? ഒരു ബംഗ്ലാവ് ഇപ്പോഴത്തെ ഡെയിലി സീരിയൽ ആയതുകൊണ്ട് ഒരു 10. ഒരു 13 CR ഒരെണ്ണം കിടപ്പുണ്ട്. ഒരു 8 CR ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം 10 CR ചോദിക്കുന്നുണ്ട്. അത് ഞാനൊരു 9 ഒതുക്കി തരാം. എന്താ പറയണേ? CR എന്ന് പറഞ്ഞ കോടികള്. കോടികളുടെ അല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്കൊരു 10,000 രൂപ ഉണ്ട് ഞങ്ങളില്. വാടകയ്ക്കാണ്. വാടകയ്ക്ക്, വിലക്കല്ല. പറയാത്തെന്ത് വിലക്കല്ല എന്ന്. എന്ത് സ്ഥാപനത്തിന് തമാശ കളിക്കാൻ വന്ന? എടാ ബംഗ്ലാവ് വേണം, മാസം 10,000 രൂപ വാടക. ഇത് എവിടെ നടക്കും? നിങ്ങൾ പിള്ള കളിക്കാൻ വന്ന? എന്റെ അങ്കിള് അങ്ങനല്ല. ഒരു ദിവസം 10,000 രൂപ വാടക. ഒരു ദിവസം 10,000 രൂപ വാടക. ദിവസം 10,000. പറഞ്ഞത് മാറിപ്പോയതാ. അങ്ങനെ പോകുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും നമുക്കൊരു ബംഗ്ലാവുണ്ട്. വാടകയ്ക്ക് ബംഗ്ലാവുണ്ട്. നമ്മുടെ ഒരു 4 ഉണ്ട്. ഞാനതില് കഷ്ടപ്പെടുകയാണ്. അത് നമുക്ക് നോക്കി ഞങ്ങള് കിട്ടിയില്ല. ഇതൊരു ബംഗ്ലാവ്. അതങ്ങനെ ഇതുണ്ട്. എൻട്രി അല്ല അതെല്ലാം തരാം. ഇതുണ്ട്. ശരി. പാർക്കിംഗ് ഏരിയ ട്രഡീഷണൽ. അതിന് വലിയ വണ്ടി, ലൈറ്റ് യൂണിറ്റ് ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി അവിടെ ഇടാം. അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് കുറച്ച് സ്ഥലം കിടക്കാം. അവിടെ വിലക്ക് വാങ്ങിച്ചോ. ഓണർ അവിടെ എപ്പോഴും ഉണ്ടാവും. അതെ, നിങ്ങൾ തലവേദന കേസാണ്. ഇല്ല നിങ്ങൾ ചോദിച്ചില്ലേ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഗതി അതോ ഗതിയാണ്. ഇതുപോലെ എന്നാ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കഥ വെച്ച് ഒരു സീരിയൽ ചെയ്യത്തുന്നത് അത് ചെയ്യാൻ പോകുന്നുണ്ട് ഞങ്ങൾ. ചെയ്യാം. നമ്മൾ സാറ് 2ാമത്തെ വീട് ഓക്കെ. അപ്പൊ നമുക്ക് അതിനകത്ത് വീട് സംസാരിക്കാം. അതായത് നമ്മുടെ ഈ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5 വർഷം മിനിമം. 5 വർഷം എങ്ങനെ പോയാലും പോകും. കാരണം ബിഗ് ബഡ്ജറ്റ് സീരിയലാണ്. 5 വർഷം പോകും. ഫോൺ അടിക്കണം. അത് എടുക്ക്. ഫോൺ എടുക്കത് ചെവി എനിക്ക്. ഹലോ ഹലോ. എന്താ നാടി അഭിനയിക്കൂല എന്നാ? കാര്യമുണ്ട് 75 എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റ് വേണമെന്നോ? പോവാൻ പറയടാ അവിടെ. നമുക്ക് വേറെ നായികയെ വയ്ക്കാം. അല്ലെങ്കിൽ അവളെ കഥാപാത്രം വേറെ വയ്ക്കാം. എന്റെ കയ്യിൽ വേറെ പുതിയ പെണ്ണുണ്ട്. ധൈര്യമായിട്ട് ഇരുന്ന്. ഓ സാറേ സോറി. സംഭവം അല്ലല്ല ഒച്ച ക്ഷമിക്കണം.
ഞാൻ മേഡത്തിനെ ഞാൻ വിളിക്കാം. വേറെ ആളുണ്ട്, നീ വച്ചിട്ട് പോ. വേറെ ആളിനെ വയ്ക്കാം നമുക്ക്. ശരി. ഇനിയിപ്പോൾ അയാളെ വീട്ടിൽ കൊണ്ടാക്കണോ? കഥ എഴുതുന്ന ആളിനെ വേണമെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറ. ശരി. അല്ല ഞാൻ ക്ഷമിക്കണം. വീണ്ടും അടിക്കുന്നുണ്ട്. അത് സംസാരിച്ചു. ഹലോ, ഈ ഫോണിലാണ് അടിക്കുന്നത്. ആ ഹലോ, സോറി, ഞാനൊരു ഓഫീസിൽ നിൽക്കുക. മേഡത്തിന്റെ കാര്യം ഞാൻ ഏറ്റു. എപ്പോഴും തിരക്കാണ്. ആയിക്കോട്ടെ. എടേ, അപ്പൊ ഇപ്പൊ സംഭവം ബംഗ്ലാവ് വേണം. ബംഗ്ലാവ് ഒരെണ്ണം കിടപ്പുണ്ട്. ഞാൻ കാണിച്ചില്ലേ, രണ്ടാമത് കാണിച്ച വീട് അവിടെ ഒരു സുഹൃത്ത് അമേരിക്കക്കാരൻ്റെയാണ്. അത് വേണമെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാം. കിട്ടും. അത് ഞാൻ സംസാരിക്കാം. ഇത് നമ്മളെ സ്വന്തം പോലെ തന്നെയാണത്. ബിനു സെബാസ്റ്റ്യൻ എൻ്റെ ഒരു കൂട്ടുകാരൻ. 5 വർഷം ഈ സീരിയൽ ഓടും എന്തായാലും. ഈ ബംഗ്ലാവ് 5 വർഷം നമുക്ക് എന്തായാലും നമുക്ക് ഷൂട്ട് കാണും. പിന്നെ അത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഈ സീരിയലിൽ ഞാൻ നായകന്റെ കൂടെ ഉണ്ട്. നായകന്റെ കൂടെ നീ നായകനായില്ലേ? അല്ല, അത് അടുത്ത പാർട്ടിൽ എന്തായാലും ഞാൻ പറഞ്ഞുണ്ട്. ആവണം. നീ നായകനാവാനുള്ള സമയം കഴിഞ്ഞു കേട്ടോ. ഞാനേ ഒരു ഐഡിയ പറയട്ടാ. നീ വല്ല കമ്മീഷൻ അടിക്കാനുള്ള ഐഡിയ ആ പരിപാടി ഞാൻ ഇല്ല. ഞാൻ ഈ സീരിയൽ അഭിനയിക്കില്ല, അപ്പൊ എനിക്ക് കമ്മീഷന്റെ ആവശ്യമില്ല. പിന്നെ ഐഡിയ പറ. അതായത് ഈ ഒരു ബംഗ്ലാവ് നമ്മുടെ അങ്കിളിന് എത്ര രൂപ വാടകയ്ക്ക് കിട്ടും ഒരു മാസം? മാസത്തേക്ക് അവൻ എന്നോട് മുന്നേ പറഞ്ഞത് ഒരു 25 രൂപ ഒക്കെ കിട്ടണേ. അത് ഒരു 6 മാസം മുമ്പ് പറഞ്ഞു കൊടുക്കാം. കൂടിപ്പോയി ഒരു 30 രൂപ. ചിലപ്പോ ഒരു മാറ്റി കൊടുക്കേണ്ടി വരും. 30 രൂപ ഇട്. അങ്കിൾ 30 രൂപ ഇട് ആണെങ്കിൽ അങ്കിൾ അഡ്വാൻസ് അങ്കിളങ്ങ് പതുക്കം കൊടുക്കണം. എന്നിട്ട് ഈ ബംഗ്ലാവിനെ അങ്കിൾ അങ്ങ് റെന്റിന് വാങ്ങണം. അപ്പൊ മാസം 30,000 വെച്ച് അങ്കിൾ കൊടുക്കണം. മനസ്സിലായ? എന്നിട്ട് ഈ സീരിയലിൽ നിന്ന് ദിവസം നമുക്ക് 10,000 രൂപ വെച്ച് കിട്ടും. വാടകയായിട്ട് തരും. അങ്ങനെ ഒരു മാസത്തിൽ എങ്ങനെ പോയാലും 20 ദിവസം, 20 അല്ല കൂടുതൽ പോവും. എന്നാൽ 20 ദിവസം ഇടും. 20 ദിവസം ഷൂട്ട് വരുമ്പോഴത്തേന് അങ്ങനെ ഒരു ദിവസം 10,000 രൂപ വെച്ച് 20 ദിവസത്തേക്ക് 2 ലക്ഷം രൂപ കിട്ടും. 30,000 രൂപ നമ്മൾ ആ റെന്റ് കൊടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മളതിൽ 1,70,000 രൂപ അങ്കിളിന്റെ കയ്യിലിരിക്കും. ഇത് ഞാൻ ഒരു മാസത്തെ കണക്കാണെ പറഞ്ഞേ. എങ്ങനെ പോയാലും 5 വർഷം ഉണ്ടായി സീരിയല്. അതിൽ കൂടാനേ സാധ്യതയുള്ളൂ. 5 വർഷമായി. പിന്നെ എങ്ങനെ പോയാലും എൻ്റെ അങ്കിളിന് ഒരു സീരിയൽ സുഖമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അമ്മാതിരി പൈസ ഒന്നും അറിയില്ല ഇവിടെ. 20 ദിവസം ഇതിന് പോവും. ബാക്കിയും 10 ദിവസം പിന്നെയുണ്ട്. ചിലപ്പോൾ ഇത് മാറി വരും. ചിലപ്പോൾ 30 ദിവസം ഷൂട്ട് കാണും. അല്ലേ വേറെ സീരിയൽ വേറെ ഷൂട്ടിംഗ് തന്നാലും കൊടുക്കാം. പിന്നല്ലാതെ അപ്പൊ 2 ലക്ഷത്തിൽ 30 രൂപ ചെലവുമ്പോൾ 170. പൈസ എപ്പോഴും കയ്യിൽ പൈസ കാണും. ഗ്യാരണ്ടി. പൈസ എല്ലാം കറക്റ്റ് തരുമല്ലോ. കറക്റ്റ് ആണ് അല്ലേ? പ്രൊഡ്യൂസർ ഇരിക്കില്ലേ, പൈസ അപ്പോഴപ്പോഴും വന്നോണ്ടിരിക്കില്ലേ. അപ്പം ഞാൻ അഡ്വാൻസ് കൊടുത്തത് എടുത്ത് എന്റെ എടുത്തിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് തരണം. എങ്ങനെയുണ്ട്? കളാം ചേട്ടാ. നീ എന്റെ കയ്യിൽ വന്നപ്പോഴത്തേന് എനിക്ക് അങ്കിളിനാണ് ഓർമ്മ വന്നു. അതുകൊണ്ട് നേരെ കൊണ്ടുപോകും. വേണോടാ. നമ്മൾ അപ്പുറം ഇപ്പുറം താമസിക്കുമ്പോ പരസ്പരം സഹകരണവും സ്നേഹവും ഇതൊക്കെ വേണ്ടേ? ഇനിയിപ്പോ നിനക്ക് ഏതെങ്കിലും ഒരു സീരിയലിൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ ഞാൻ ആദ്യം നിന്റെ പേരിലേ പറയും. ഉറപ്പല്ലേ അത്? എനിക്കൊരു വർക്ക് വന്നപ്പോ നേരെ കൊണ്ട് അങ്കിൾ തന്നില്ലേ? അങ്ങനെ ആവണം മോനെ. നമ്മൾ പരസ്പരം ഹെൽപ്പിംഗ് മെന്റാലിറ്റി മനസ്സിലുണ്ടാവണം. പരസ്പരം സഹകരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നീ രക്ഷപ്പെടും. നിനക്ക് ഞാനേ എന്തായാലും ബിനു സെബാസ്റ്റ്യനെ ഒന്ന് വിളിക്കാം. വിളിച്ചിട്ട് നമുക്ക് ഇന്ന് തന്നെ വീട് കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാം. നിങ്ങളുടെ കഥയ്ക്ക് പറ്റിയ വീട് എന്തായാലും ഇത് തന്നെ ആയിരിക്കും. ഉറപ്പ്. അപ്പൊ എന്നിട്ട് നമുക്ക് അതങ്ങ് ഫിക്സ് ചെയ്യാം. പുള്ളിയുടെ പറയാല്ലോ. വിളിച്ച് പറഞ്ഞോ, പോയി പറഞ്ഞോ. ഓക്കെ അല്ലേ? മോനെ എന്റെ കാര്യം പറയണേ. പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കണില്ലല്ലോ. ബിനു, സമയം കിട്ടിയാൽ എന്നെ ഒന്ന് അത്യാവശ്യം ഇങ്ങോട്ട് വിളിക്കണം കേട്ടോ. ഒരു എമർജൻസി കാര്യം പറയാനാണേ. വിളിക്കും. ശർമിള ഇവിടെ അഭിനയിക്കണത് പോരെ? ഇനി സീരിയലിൽ അഭിനയിക്കണമെന്നുണ്ടോ? ചിലപ്പം ഇടവിട്ടിട്ട് അഭിനയ രംഗത്തേക്ക് പോയാലോ? എന്നാ പിന്നെ ഇപ്പൊ അവരെ കൂടെ അങ്ങ് പൊക്കോ. ഇപ്പൊ പോവില്ല, കിട്ടിയിട്ടാകുമ്പോ. അല്ലേ? അഭിനയിക്കാൻ പിന്നെ പഠിപ്പിക്കണ്ട. ശർമിളയുടെ അഭിനയം അമ്മൂമ്മയ്ക്ക് വയ്യ, അപ്പൂപ്പന് വയ്യ അല്ലേ? ബിനു അങ്ങോട്ട് പോ. അവിടെ നിർത്തിക്കോ, കുഴപ്പമില്ല. അങ്ങോട്ട് പോ. ഇതെന്താ ക്ലീറ്റോ ചേട്ടൻ പേടിച്ചിരിക്കുന്നത്? ആരെങ്കിലും നിർബന്ധിച്ച് കയറ്റിയതാണോ? അല്ല,
ഈ ഡബിൾ ഡക്കർ ബസ്സിന്റെ മേളിൽ നിന്ന് വരും പോലെ ഉണ്ട്, ഭയങ്കര പൊക്കമല്ലേ ഇത്. അങ്ങനെ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്, നേരത്തെ പോകുന്ന എന്ത് ചെയ്യുന്നു? എന്നും ഓഫീസ് എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റുമോ? ചില ദിവസങ്ങൾ ഓഫീസ് നമ്മൾ നേരത്തെ അടയ്ക്കും. ഇന്നത്തെ സന്തോഷത്തിന്റെ ദിവസമാണ്, അതുകൊണ്ട് ഇവനെ എവിടുന്ന് കിട്ടി? ഇവനെ എവിടുന്ന് കിട്ടി? അവന് ഇവനൊന്നും വിളിക്കല്ലേ. ഇനിയിപ്പോ പെട്ടെന്ന് വലിയ സൂപ്പർ സ്റ്റാർ ആവാൻ പോവാണ്. ആര്? മെഗാ സീരിയലില് സൂപ്പർ മെയിൻ നടന്റെ കൂടെയുള്ള മെയിൻ വേഷം ചെയ്യാൻ പോവാണ്. കുറെ എപ്പിസോഡ് കഴിഞ്ഞാൽ അവനാവും മെയിൻ നടൻ. 100-150 എപ്പിസോഡ് കഴിയുമ്പോഴത്തേന് നേരെ കഥ മാറി ഞാൻ നായകനെ. അതെ. നീ മോനെ ഒരു കാര്യം ചെയ്യാനുള്ള മോനെ എന്താ പറയണോ, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. ജിമ്മിലെല്ലാം പോകണം, എക്സസൈസ് ചെയ്യണം. സീരിയൽ പിന്നെ താടി വളർത്തണം. കുറച്ച് നായകന്മാരാകുമ്പോ അങ്ങനെയൊക്കെയാണ്. നീ കുറച്ചുകൂടെ ഒന്ന് പുഷ്ടിപ്പെട്ടാണ്ടല്ലോ നിനക്ക് കേറി പോവാൻ പറ്റും. സെറ്റ് കേട്ടാ, നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അഭിനയം അതും കൂടെ ഒന്ന് പഠിച്ചാ ഓക്കെ. അഭിനയം കുഴപ്പമില്ലാതെ ഇല്ല, നിനക്ക് കിട്ടും, വഴങ്ങും. കേട്ടാ, ശരി. മിടുക്കനാണ് ആള്, മിടുക്കൻ. വല്ലാണ്ടൊക്കെ പോഴത്ത് കയറ്റി വെക്കുന്നുണ്ടല്ലോ. അതാണ് നല്ലതിനെ നമ്മൾ അംഗീകരിക്കണം. നീ ഒരു നല്ല വണ്ടിയായെങ്കിലും ഒരു വണ്ടി പണിഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുവന്നാൽ ഞാൻ പറയുമല്ലോ 10 പേരെടുത്ത് നീ നല്ല പണിഞ്ഞു. ഒരു നല്ല ഇതിലേക്ക് വരാൻ പോവാണ്. ഇവന് വണ്ടി പണി അറിയാ? എടാ പോടാ, ചെല്ലു മോനെ. കേട്ടാ, ഹെൽത്ത് നോക്കണം കേട്ടോ. ശരി. നമ്മളേ ക്ലീറ്റോ, നിങ്ങക്ക് തലയ്ക്ക് ഓളമാണോ? പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചു ഇവിടെ ഇരിക്കുന്നത്, അപ്പൊ അവന്റെ ബൈക്കിന്റെ പുറകെ കയറി അള്ളിപ്പിടിച്ചിങ്ങോട്ട് വരുവാണ്. അവൻ പ്രായപൂർത്തിയായ ചെറുക്കനാണ്, ലൈസൻസ് ഒക്കെ ഉള്ള പയ്യൻ. അതിന്റെ പുറകെ ഇരിക്കണേന് എന്ത് കുഴപ്പം? ഞാനൊരു കാര്യം പറയട്ടെ, അതെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറയണത് കറക്റ്റാണ്. നമ്മൾ ആരെയും മുറ്റത്ത് കിടക്കണം മുല്ല എടുത്ത് മണപ്പിച്ച് നോക്കോ? ഇല്ല, അതിനെ മൈൻഡ് ചെയ്യുവോ? ഒന്ന് തുപ്പിയിട്ട് പോകും, അല്ലെങ്കിൽ അതിനെ മുട്ടി പോയി മൂത്രം ഒഴിക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യണത്. പക്ഷെ പറയല്ലേ, ആ ചെറുക്കനുണ്ടല്ലോ അവനെ സമ്മതിച്ചു കൊടുക്കണം. എന്റെ വി ഹെൽപ്പ് നമ്മൾ തുടങ്ങി ഇത്രയും നാളായല്ല, ഇത്രയും ഗംഭീരമായ ഒരു കൊട്ടേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു ഉഗ്രം കോളാണ് നമ്മ എനിക്ക് തന്നേക്കണത്. പിന്നെ അവന്റെ പുതിയ മെഗാ സീരിയൽ തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ അറേഞ്ച് കൊടുക്കുക. അവന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. ലൊക്കേഷൻ ഞാൻ സെറ്റ് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബിനു സെബാസ്റ്റ്യൻ, അമേരിക്കയിലുള്ള. അവൻ്റെ ഒരു വീട് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ആ വീട് ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ സെറ്റാക്കി കൊടുത്തു. ഈ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് അവിടെ എത്ര രൂപ വാടകയെന്ന് അറിയാമോ? വലിയ ബംഗ്ലാവാണ്. 10,000 രൂപ ഒരു ദിവസം. ഒരു ദിവസം 10,000 രൂപയെ ഷൂട്ടിങ്ങിനൊക്കെ വിശ്വസിക്കാൻ കുറെ ബോധമില്ലാത്ത ഇത് പഞ്ചായത്ത് മെമ്പറേ, നിങ്ങൾ ഇത് തീരെ ഇതാവല്ലേ. ഒരു ദിവസം ഷൂട്ടിങ്ങിന് 10,000 രൂപയാണ് വാടക. അപ്പം അങ്ങനെ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഈ ചെറുക്കൻ എൻ്റെ അടുത്തൊരു ഐഡിയ പറഞ്ഞു, അങ്കിളെ ആ വീട് അങ്കിളിന് വാടകയ്ക്ക് എടുത്തിട്ട് ഇത് വാടകയ്ക്ക് കൊടുത്തുകൂടെയെന്ന്. മനസ്സിലായില്ലേ? ഞാനത് വാടകയ്ക്ക് എടുത്തിട്ട് എൻ്റെ ഇതിലും കൊടുത്താൽ പോരെ. അപ്പോൾ ഞാൻ അങ്ങനെ ബിനു സെബാസ്റ്റ്യനായിട്ട് സംസാരിച്ച് ഒരു മാസം 30,000 രൂപ വാടകയ്ക്ക് സെറ്റ് ചെയ്തു. 20 ദിവസത്തെ ഷൂട്ടിങ്. 20 ദിവസം ഷൂട്ടോ? അപ്പോൾ എത്ര രൂപയായി? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. പിന്നുണ്ട് ബാക്കി 10 ദിവസം. ബാക്കി 10 ദിവസം വേണമെങ്കിൽ നമുക്ക് അവിടെ താമസിക്കുക, അല്ലെങ്കിൽ വേറെ വാടകയ്ക്ക് കൊടുക്കാം, വേറെ സീരിയലിന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, അപ്പം ഒരു മാസത്തെ വരുമാനം എത്രയായി? 30,000 പോയിട്ട് ബാക്കി എത്രയായി? 2 ആണെങ്കിൽ പോലും 1,70,000. അതിൽ ക്ലീനിങ് മറ്റേ ചിലവ് എല്ലാം കൂടെ പോയാലും 1,50,000 രൂപ മാസം കയ്യിലിരിക്കും. ഈ ഐഡിയ ഇവൻ കൊണ്ടുവന്നാണ്. അല്ലാതെ ഇപ്പൊ ഈ സീരിയൽ 2-3 മാസം കഴിയുമ്പോ തീരത്തില്ലേ? മെഗാ സീരിയലൊക്കെ 2 മാസത്തിൽ എങ്ങനെയാ തീർന്നത്? ഈ ഇവിടെ അമ്മ കാണുന്നത് കണ്ടിട്ടില്ല. അമ്മ ചെറുതിലേ കണ്ടു തുടങ്ങിയ സീരിയൽ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളൊക്കെ ഒന്നും ഈ ലോകത്തൊന്നുമല്ല. അതാണല്ലോ ഐഡിയ കൊള്ളാമല്ല, ഓക്കെയാണ്. അത് ഞാൻ വിളിച്ച് സംസാരിച്ച് അഡ്വാൻസ് കൊടുക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പൈസ കിട്ടി മോളെ, ഞാനൊരു ബിസിനസ് മാനാണ്. എനിക്ക് ഇൻവെസ്റ്റേഴ്സ് 4 സൈഡിൽ കൂടെ ഉണ്ട്. 2 ലക്ഷം രൂപ ബിനു സെബാസ്റ്റ്യൻ അഡ്വാൻസ് ചോദിച്ചു. ഞാനത് സംസാരിച്ച് 1 രൂപ അഡ്വാൻസും കൊടുത്തു. 1 ലക്ഷം എഗ്രിമെന്റ് ഇനിയിപ്പോൾ ഉടനെ എഴുതണം. ബാക്കി കാര്യങ്ങൾ പിന്നാലെ. സീരിയൽ ഉടനെ ഷൂട്ട് തുടങ്ങും. ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഡെയിലി 10,000 രൂപ ഇങ്ങനെ വരും. നീ ഇങ്ങനെ നടന്നോടാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഗുണമില്ല. ഞാനേ ഇടയ്ക്ക് ഒരു മറ്റേ കൈ നോക്കണം തത്തമ്മ ഇതുണ്ടല്ലോ, അയാളെ കൊണ്ട് നോക്കിയപ്പോൾ പറഞ്ഞു, നിങ്ങളെ ഭാഗ്യം നിങ്ങളുടെ അയലോക്കത്തുണ്ട്. ഇവനാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും നന്നായിട്ട് വന്നാ മതി. വരും, എല്ലാം നല്ലതായിട്ട് വരും. എനിക്കങ്ങോട്ട് നിനക്കില്ലേലും നീ എവിടെയാണ് ഇപ്പൊ ഉള്ളത്? ഇവിടെ നെഗറ്റീവിന്റെ ഏരിയയിലല്ലേ നീ ഇരിക്കണത്. അങ്ങനെ വരും. നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് ചെറുതായിട്ട് വിശ്വാസമുണ്ട്. നീ ഒരു കാര്യം ചെയ്യാം, നെഗറ്റീവിന്റെ അടുത്ത് ഇങ്ങോട്ടങ്ങ് മാറി നിനക്ക് ഫുൾ വിശ്വാസമാവും.
നെഗറ്റീവ് എനർജി താഴ്ത്തിരുന്ന നമ്മൾ ഇതായി പോവുള്ളൂ. പിന്നെ നോക്കിക്കൊല്ലില്ല മോളെ, അവിടെ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചായി കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്ത് ക്രമേണ ബിനു സെബാസ്റ്റ്യൻ്റെ എന്ന ബംഗ്ലാവ് ഞാനിങ്ങ് മേടിക്കും. അത്രക്ക് വേണോ? ആവും, നീ നോക്കിയോ, അവനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. ഇതൊക്കെ ഒരു തമാശക്ക് വാങ്ങിച്ചിട്ടതല്ലേ. ബംഗ്ലാവ് വാങ്ങിച്ചിട്ടിട്ട് വേണം പതുക്കെ ആ സീരിയലിന്റെ പ്രൊഡ്യൂസർ ഞാനാവും. എല്ലാം ബാഗും തൂക്കി എത്ര സമയം നിൽക്കണം? ബാഗെല്ലാം കൊണ്ടോ, ഒരു ചായ കിട്ടിയാ കൊള്ളാം. ഐഡിയ കൊള്ളാം. ചായ ഇട്ട് കൊടുക്ക്. നെഗറ്റീവ് അല്ലേ, പോ ചെല്ല്. ഒരു പോസിറ്റീവായിട്ടൊരു ചായ ഇട്ട് കൊടു, ചെല്ല് പോ. നീ എന്തിരുന്ന് ചിരിക്കണേ? നല്ല കാര്യമല്ലേ വീട്ടിന് സംഭവിച്ചേ? ഞാൻ ഇനി ഇവിടെ ഇരുന്ന വല്ലതൊക്കെ പറഞ്ഞു. അവന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ അവൻ ഈ സീരിയലിലെ നായകനാവാനുള്ള ഒരു ഗ്ലാമർ ഒന്നുമില്ല. അവനേതോ പറ്റിയ പുഴയോ വെള്ളമില്ലാത്ത തോണി അങ്ങനെ എന്തോ ചവർണത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഉണ്ടോ ഐഡി ഗ്ലാമർ ഉണ്ടോ? ഇല്ല. ഇതെവിടെ പോയിട്ട് വന്ന്? ഞാൻ കണ്ട് നീ അളിയനെ കൊണ്ട് ട്യൂഷൻ വിട്ടിട്ട് തിരിച്ചു പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ പുറകെ അങ്ങ് പിടിച്ച്. എന്ത് അളിയനാ? അവൻ കൊച്ചല്ലേ? അതിപ്പോ കുഞ്ഞളി, കുറച്ച് കഴിയുമ്പോ വലിയ അളിയാവും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അളിയനൊക്കെ ആവണത്. വന്നു ഭയങ്കര ക്രിഞ്ചാണ്. ചെറിയ ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കിട്ട് പറ, നിന്റെ ഡാഡിയും മമ്മിയും ലല്ലുവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം എനിക്ക് കേൾക്കണം. പെട്ടെന്ന് പറ. അതാണ് ഞാൻ പറയാൻ വന്നത്. എങ്ങനെ സംഭവിച്ചത്? അതൊക്കെ സംഭവിക്കും. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നലെ വരെ എന്തെല്ലാം പറഞ്ഞോണ്ടിരുന്നു, ഇന്ന് നേരെ പ്ലേറ്റ് മാറി. സമ്മതിച്ചേട്ട കുറേ വർഷം ഞാൻ നിന്റെ പുറകെ നടന്നില്ലേ, അതൊക്കെ മാറും. ഇനി എന്തെല്ലാം കാണാൻ കിടക്കണം മുത്തവര്. അതൊക്കെ അവിടെ നിൽക്കിട്ട് പറ, നിന്റെ ഡാഡി മമ്മി എന്നെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് കൊതിയാവുന്ന പറ. ലാലുചേട്ടന്റെ മുന്നേ വെച്ചെന്നല്ലേ ഡാഡി പറഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ കേൾക്കാൻ. അതവിടെ പറയും, പക്ഷെ അതല്ലാത്ത കുറച്ചുകൂടെ കാര്യങ്ങൾ ചിലപ്പോ വീട്ടിൽ നിന്ന് സംസാരിച്ചാലോ. അപ്പൊ മുത്ത് കേട്ട കാര്യങ്ങൾ പറ. അമ്മയെടുത്ത് ഇതുപോലെ ഡാഡി എന്തോ പറഞ്ഞു. അമ്മ എന്തോ പറഞ്ഞപ്പോ? ഡാഡി പറഞ്ഞു, ആ ലല്ലു കൊള്ളാല്ലേ, അവന് ഇത്തിരി ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ആ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാണ്, അവനെന്തോ കുഴപ്പം, അവൻ നല്ല ഉച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതിന് സമ്മതിച്ചു. ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഇതും ഫ്ലോപ്പ് ആവെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലോപ്പ് ഒന്നും ആവൂല. നോക്കോ, ഇതിപ്പം തുടക്കം മാത്രമേ ഉള്ളൂ. ഇനിയും ഞാൻ അവരെ കൊണ്ട് ഞാൻ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ലല്ലു ഗ്രേറ്റ് ഇങ്ങനെ പറഞ്ഞ് കല്യാണ സമയം ആകുമ്പോഴത്തേന് എന്തായാലും ആലോചന കാര്യങ്ങളൊക്കെ വരുമല്ലോ. നിന്റെ അടുത്ത് പോലീസ് മാമൻ വന്ന് ചോദിക്കും, മുത്തേ കല്യാണ പ്രായമൊക്കെ ആയി, ഒരു കാര്യം ചെയ്യാം, ആ ലല്ലുവിനെ അങ്ങ് ആലോചിച്ചാലാ. ആ സമയം നിന്റെ കയ്യിൽ ഞാൻ താലിയിട്ടു. അയ്യടാ, അതെനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പൊ ചേട്ടൻ ജസ്റ്റ് നഴ്സറി ജോയിൻ ചെയ്തേ ഉള്ളൂ. ഇനി ഒരു അറ്റ്ലീസ്റ്റ് ഒരു PhD എങ്കിലും എടുക്കാതെ എന്റെ വീട്ടുകാരെന്തായാലും അങ്ങനെ പറയാൻ പോകില്ല. എടീ, ഇപ്പൊ നഴ്സറി പ്രായമല്ലേ ഇത്. ഞാൻ പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷയും കഴിഞ്ഞ് PSCയും കഴിഞ്ഞ് PhD എടുത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു നിറവുണ്ടല്ലോ, ആ നിറവിൽ ഞാൻ വന്നിട്ട് എന്റെ മുത്തിന്റെ കഴുത്തിൽ തലയിട്ടു. എങ്ങനെയുണ്ട്? ഇപ്പൊ കൊള്ളാം. ഇപ്പൊ ഒന്ന് പോയി തരൂ, കാര്യം ഇവിടെ ഉള്ള എല്ലാവർക്കും എന്നെ അറിയാം. അതിനിപ്പോ എന്ത് കുഴപ്പം? എടി, നമ്മൾ അപ്പുറം താമസിക്കുന്നവരില്ല, ആരും ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ടൊന്നും സംസാരിക്കുന്ന അത്രയല്ലേ ഉള്ളൂ. ഹലോ, എല്ലാവരും ഉച്ചയ്ക്ക് ചോറ് തന്നെയാ തിന്നുന്നത് കേട്ടോ. ഒന്ന് പോവോ? നിനക്ക് താല്പര്യമില്ല? എനിക്ക് ഇല്ല, പോ. കയറി കൊണ്ടുവിടാം. അയ്യോ, ഒരിക്കൽ കയറേണ്ട ക്ഷീണം എനിക്ക് മാറിയില്ല, ഒന്ന് കൊണ്ടുപോ. കുഴപ്പമില്ല, കയറി കൊണ്ടുപോകും. അല്ലെങ്കിൽ തന്നെ ഇന്റെ അകത്ത് എവിടെ ഇരിക്കാനാ? കൂട്ടുകാരന്റെ വണ്ടി അറിഞ്ഞില്ല. അപ്പൊ നീ പറഞ്ഞില്ല? ഇല്ല, അല്ലേലും വരല്ല. ഒരു കാര്യം, നമുക്ക് ഉരുട്ടി സംസാരിച്ചു പോവാം. എന്റെ പൊന്നു ലല്ലു ചേട്ടാ, പോ. ഇത്രയും ടെൻഷൻ അടിച്ച പോരെ. പോട്ടോ? ആ, പോ. പറഞ്ഞല്ലോ. ഇല്ല, പോ ഇവിടെ. അയ്യോ, അപ്പം മുത്തിന് എന്നെ കുറിച്ച് ആലോചിച്ച് ആവലാതിയൊക്കെ ഉണ്ട്. ഇതിനൊന്നും എനിക്ക് മറുപടി അറിയാൻ വയ്യ. പോ. എന്നാ ഓക്കെ, പോട്ടെ. എവിടെയെങ്കിലും പോയേ ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്യണം. ഭയങ്കര ഒരു ക്ഷീണം, വല്ല അസുഖമൊക്കെ ഉണ്ടോന്ന് എങ്ങനെ അറിയണേ? അതൊന്നുമില്ല, ഇപ്പൊ ചേച്ചിക്ക് പനിയല്ലായിരുന്നു, അതിന്റെ ഒരു ക്ഷീണോ, അല്ലാതെ വേറെ ചെക്ക് ചെയ്ത് നോക്കണ നല്ലതാ. വർഷത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യണം. ഇതന്നെ ഇങ്ങനെ ഓ, ഇവിടെ ഇരിപ്പുണ്ടല്ലേ,
എവിടെയാ പോയി? ചേട്ടൻ സ്റ്റേഷനിൽ പോയില്ലേ? അവനല്ലേടി മറ്റവനെവിടെ? റൊണാൾഡോ അവൻ ഇവിടെ അല്ലേ? ഓ എടി നിന്റെ അടുത്തല്ല ചോദിച്ചത്. എവിടെ സുലു? അവനെവിടെ? തമ്പിച്ചേട്ടൻ ഇവിടെ ഇല്ല. തമ്പിച്ചാട്ടനല്ല, വേറെ ബായി നോക്കിയുണ്ടല്ലോ അവിടെ ഒരു പോങ്ങൻ. ലല്ലു. ആ കല്ലു, ആ പുല്ലൻ എവിടെ? എവിടെയാ പോയി? ആൾക്കാരെ പറ്റിക്കണതിന് ഒരു പരിധിയുണ്ടെന്ന് പറയാൻ വേണ്ടി തെമ്മാടത്തിനെ കാണിക്കലെന്ന് പറയാം. എവിടെ? അവനെ വിളിക്കാവനേട്ടാ ചെറുക്കാ പോങ്ങ കളിച്ചിട്ട് എന്റെ അടുത്ത് കളിക്കുന്നു. അവന്റെ തരികള എന്റെ അടുത്താ. എവിടെയാ വായി നോക്കി? വായി നോട്ട് വാ നോക്കുന്ന വായി നോക്കി അവൻ മുടിച്ചു വിളിച്ചാ ഫോൺ എടുക്കൂലേ അവൻ കളിക്കുന്നു. എന്ത് പറ്റി ക്ലീറ്റോ ചേട്ടാ? എന്ത് പറ്റാൻ? അപ്പൊ എന്നെ പറ്റിച്ച് വാടാ വാടാ. എന്താടാ എന്താടാ വായി നോക്കി? നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ പറയണം. അല്ല ക്ലിറ്റോങ്ങളെ, സത്യം പറഞ്ഞാൽ ഞാൻ നിരപരാധിയാണ്. ഓ അപ്പൊ ഞാൻ അപരാധി, നീ നിരപരാധി. നീ നല്ല പിള്ള അല്ലേ? അല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടി. നല്ല കാര്യം. നീ മിണ്ടരുത്. എന്തുവാ കാര്യം എന്ന് പറയേ? നേര് കൊറേ നേരമായി. അവന്റെ സീരിയലിന്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്തോ രാജീവ് എന്ന് പറഞ്ഞ ഒരുത്തരെ വിളിച്ചോണ്ട് എന്റെ ഓഫീസിൽ വന്നല്ലോ. എന്നിട്ട് അവന്റെ പുതിയ സീരിയൽ തുടങ്ങാൻ പോണ അവന് ബംഗ്ലാവ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇല്ലാത്ത പൈസ മറിച്ച് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് വീടിന്. ഇപ്പൊ അവന്റെ സീരിയലും ഇല്ല, ഡയറക്ടറും ഇല്ല, പ്രൊഡ്യൂസറും ആരും ഇല്ലാന്ന്. എല്ലാം അടിച്ചു പിരിഞ്ഞ് 4 വഴിക്ക് പോയി. ഇപ്പൊ പുതിയ ഡയറക്ടറാണെന്ന്. പുതിയ ഡയറക്ടർ വന്നിട്ട് സീരിയലിന്റെ കഥ മാറ്റിയെന്ന്. ഇപ്പൊ ബംഗ്ലാവല്ല, നായകൻ വേറെ ഏതോ ഒരു പാവപ്പെട്ട വീട്ടിൽ താമസിക്കണാണെന്ന്. കുത്തുവാള എടുത്ത നായകനാണെന്ന്. ഇപ്പൊ ഇവൻ കാരണം ഞാൻ കുത്തുവാള എടുത്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എന്റെ പൈസ തന്നോളണം. പറഞ്ഞേട്ടാ ആ വീട്ടിൽ നീയും നിന്റെ പെങ്ങളും എല്ലാം കൂടെ പോയി താമസിക്കും. എന്നിട്ട് മാസം 30,000 രൂപ വാടക എനിക്ക് തരണം. അയ്യോ, അതിപ്പം നമ്മളെങ്ങനെ തരും? നിങ്ങൾ എങ്ങനെ തരുമെന്നാ? നിനക്ക് അതൊക്കെ സീരിയലും മറ്റേ കോപ്പൊക്കെ ഉണ്ടല്ലോ, ഈ മര്യാദയ്ക്ക് എനിക്ക് തന്നോളണം. അയ്യോ, അത് മറ്റേ ഒഴുകുന്നപ്പോഴേ അതൊക്കെ പറ്റിക്ക് വല്ല തൂമ്പാ പഠിക്കും പോണം. പാസ്കലെ ആളുകളെ പറ്റിച്ച് നടക്കുന്ന മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ നീ ഇമാര് ഇനി മേലെ അതിന്റെ സീരിയൽ എന്ന് പറഞ്ഞ് ഈ പരിസരത്ത് ഞാൻ കണ്ടുപോകും കേട്ടാ. ഇതിപ്പം അങ്കിളിന്റെ വിഷമം മാത്രമല്ലേ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുള്ളൂ? നിനക്ക് എന്ത് വിഷമമാണ്? എന്റെ വിഷമം നിങ്ങൾ കേൾക്കണം. അതായത് ആ മറ്റേ ഡയറക്ടർ ഈ കഥയൊക്കെ മാറ്റി എഴുതിയപ്പോഴത്തേന് നായകന്റെ കൂടെ ത്രൂ ഔട്ട് 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഞാനായിരുന്നു. ഇപ്പൊ എനിക്ക് വേഷം ഇല്ലല്ലോ. അയ്യോ, അതുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകർ രക്ഷപ്പെട്ട്. നീ അഭിനയിച്ചിരുന്നത് നിന്റെ കണ്ടു ഞാൻ ഒരു എപ്പിസോഡ്. നീ ഇനി അഭിനയിക്കരുത്, മതി. നീ വേറെ വല്ല വാർക്ക പഠിക്കും പോ. ചുമ്മാ സുലു, എനിക്ക് മര്യാദയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തന്നെങ്ങനെ? രൂപ വന്നിട്ടുണ്ടല്ലോ, 1 ലക്ഷം രൂപയാണ്. നിങ്ങളൊന്നും നിന്ന് നിങ്ങളുടെ മുറ്റത്തെ മുല്ലയോ ചെമ്പരത്തിയോ ലില്ലിയോ അതാണ്ടൊക്കെ അല്ലേ നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് മുറ്റത്തെ മുല്ലേനെ അധികം മണപ്പിക്കാത്തത്. ചേച്ചി വീട്ടിൽ പോകാൻ നോക്കി ചേച്ചി ഈ മനുഷ്യൻ അങ്ങനെ പറയും.